അനദർ എപ്പിസോഡ് ഭരത് കോളേജിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് നിങ്ങളെല്ലാവരെയും ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നല്ലോ. ആസ് യൂഷ്വൽ ഞാൻ പറയും, കാര്യം എന്താണ്, സിറ്റുവേഷൻ വളരെ മോശമാണ് അല്ലേ. കൊറോണയുമായിട്ടൊന്ന് നമ്മൾ ഫൈറ്റ് ചെയ്യുക അല്ലേ, എല്ലാവരും ഫൈറ്റ് ചെയ്യുന്ന പോലെ നമ്മൾ ഫൈറ്റ് ചെയ്യുന്നു. പണ്ട് നമ്മൾ പറയും അമേരിക്കയിലും ചൈനയിലും അവിടെ ഇവിടെയൊക്കെ ആയിരുന്നു കൊറോണ, പിന്നെ പറഞ്ഞു ഉത്തരേന്ത്യയിലൊക്കെയാണ് കൊറോണ, പിന്നെ പറഞ്ഞു മറ്റ് ജില്ലകളിലായിരുന്നു കൊറോണ, പിന്നെ പറഞ്ഞു കൊല്ലത്തൊക്കെ ആയിരുന്നു പറഞ്ഞു. അവസാനം എവിടെത്തി? നമ്മുടെ വീട്ടുപടിക്കലും ഈ സാധനമുണ്ട് അല്ലേ. അപ്പോൾ ഇത്തരത്തെയൊക്കെ ചവിട്ടി മാറ്റിയൊക്കെയാണ് നമ്മൾ ജീവിക്കുന്നത്. സോ സ്റ്റേ സേഫ്, എല്ലാവരും സേഫായിട്ട് ഇരിക്കുക. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ 2 ശാസ്ത്രജ്ഞന്മാരെ പരിചയപ്പെടും, ഓർമ്മയുണ്ടോ? ഒന്ന് ക്രിസ്ത്യൻ ഓയസ്റ്റർ, രണ്ടെന്താണ് മൈക്കിൾ ഫാരഡേ. ക്രിസ്ത്യൻ ഓയസ്റ്റർ കണ്ടുപിടിച്ച് നമ്മൾ ഓർത്തു, മൈക്കിൾ ഫാരഡേയുടെ കണ്ടുപിടുത്തം നമ്മൾ പഠിച്ചു. ഓയസ്റ്ററിൻ്റെ കണ്ടുപിടുത്തം നമ്മൾ എന്ത് ചെയ്തു? വി റിമെമ്പേർഡ് ആൻഡ് വി സ്റ്റഡീഡ് ദ ഡിസ്കവറി മെയ്ഡ് ബൈ ദ സയൻറ്റിസ്റ്റ് മൈക്കിൾ ഫാരഡേ. വാട്ട് ഈസ് ദാറ്റ്? ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ, വൈദ്യുത കാന്തിക പ്രേരണ. ഓക്കെ, ഇന്ന് നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട ഒരു നിയമം പഠിക്കാം. വീണ്ടും നമ്മൾ ഫ്ലെമിങ്ങിനെ ഓർക്കുകയാണ്. ആരെ ഓർക്കുന്നു? നമ്മൾ ജോൺ ആംബ്രോസ് ഫ്ലെമിംഗ്. ഇതാണ് അദ്ദേഹത്തിൻ്റെ മുഴുവൻ പേര്. ഇദ്ദേഹത്തിൻ്റെ ഒരു നിയമം നമ്മൾ ഇതിൻ്റെ എതിരെയാണ് ലെഫ്റ്റ് ഹാൻഡ് റൂൾ നമ്മൾ പഠിച്ചിരുന്നു. എവിടെ പഠിച്ചിരുന്നു? 2nd ചാപ്റ്റർ. ഇന്ന് നമ്മൾ എന്ത് പഠിക്കുകയാണ്? ഫ്ലെമിങ്ങിൻ്റെ റൈറ്റ് ഹാൻഡ് റൂൾ പഠിക്കുകയാണ്. അപ്പോൾ ആദ്യം ഞാൻ ഈ റൂൾ പഠിപ്പിക്കാം. പഠിപ്പിച്ചതിന് ശേഷം ലെഫ്റ്റ് ഹാൻഡ് റൂളും റൈറ്റ് ഹാൻഡ് റൂളും തമ്മിലുള്ള വ്യത്യാസങ്ങൾ ഞാൻ നിങ്ങളെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി തരാം. അപ്പോൾ എളുപ്പമുണ്ട് നിങ്ങൾക്ക് പഠിക്കാനാണ്. ആദ്യത്തെ കാര്യം എന്താണ്? റൈറ്റ് ഹാൻഡിൽ ഇതെന്താണ്? തമ്പ്, തള്ളവിരൽ. ഇതെന്താണ്? ചൂണ്ടുവിരൽ, 4 ഫിംഗർ. ഇതെന്താണ്? മിഡിൽ ഫിംഗർ. സോ സ്ട്രെച്ച് ദ തമ്പ്, ദ 4 ഫിംഗർ ആൻഡ് ദ മിഡിൽ ഫിംഗർ സോ ദാറ്റ് ദേ ആർ മ്യൂച്വലി പെർപെൻഡിക്കുലർ. പരസ്പരം ലംബമായിട്ടുള്ള രീതിയിൽ ഇവരെ എന്ത് ചെയ്യണം? പിടിക്കണം. എന്ന് പറഞ്ഞാൽ ഇത് 90 ഡിഗ്രി ആയിരിക്കണം, ഇത് 90 ഡിഗ്രി ആയിരിക്കണം, ഇതും 90 ഡിഗ്രി ആയിരിക്കണം. മനസ്സിലായോ? അതാണ് മ്യൂച്വലി പെർപെൻഡിക്കുലർ എന്ന് പറഞ്ഞാൽ. മനസ്സിലാകുന്നുണ്ടോ? ഓക്കെ, എല്ലാവരും ശ്രദ്ധ. ഞാൻ പേജ് നമ്പർ 49 ആ ചിത്രത്തിലേക്ക് കൊണ്ടുവരികയാണ്. അവിടെ റൈറ്റ് ഹാൻഡ് സ്ട്രെച്ച് ചെയ്തിരിക്കുന്നത് അങ്ങനെയാണ്. ഇനി ഈ റൂളിൻ്റെ അകത്ത് ഇംഗ്ലീഷിൽ പറയുകയാണെങ്കിൽ 2 ലെറ്റേഴ്സ് പ്രധാനപ്പെട്ട ലെറ്റേഴ്സാണ്. ഇഫ്, ദെൻ. ഇങ്ങനെയാണെങ്കിൽ ഇങ്ങനായിരിക്കും. ഇഫ് so and so is like this, then this will be like that. മലയാളത്തിലായിരുന്നു. ഇങ്ങനെയാണെങ്കിൽ ഇതിങ്ങനെയായിരിക്കും. അതാണ് അതിൻ്റെ പ്രാധാന്യം റൂളിൽ. നിങ്ങൾ പോയി ലെഫ്റ്റ് ഹാൻഡ് റൂൾ നോക്കിയാലും അവിടെ ഉണ്ട് ഈ ഇഫും ദെന്നും. വിരലുമായി ബന്ധപ്പെട്ട ഫാക്ടേഴ്സിനൊന്നും ഒരു വ്യത്യാസമില്ല. എക്സാമ്പിൾ, 4 ഫിംഗർ ആരെ സൂചിപ്പിക്കുന്നു? ഞാൻ പറഞ്ഞിട്ടുണ്ട്, FM റേഡിയോ ഓർക്കണം. 4 ഫിംഗർ മാഗ്നറ്റിക് ഫീൽഡിനെയാണ്, കാന്തിക മണ്ഡലത്തെ സൂചിപ്പിക്കുന്നതാണ് ചൂണ്ടുവിരൽ. തള്ളവിരലോ? തമ്പ്, കണ്ടക്ടർ, മൂവ്മെന്റ് ഓഫ് ദ കണ്ടക്ടർ. ഓക്കെ, ഇനി മിഡിൽ ഫിംഗറോ? കറണ്ടിന്റെ ദിശ. ഇതിനകത്ത് സംശയം വല്ലതും ഉണ്ടോ? ഈ 3 വിരലുകൾ ആരൊക്കെ സൂചിപ്പിക്കുന്നു? മോഷൻ ഓഫ് ദ കണ്ടക്ടർ, മാഗ്നറ്റിക് ഫീൽഡ്, ഡയറക്ഷൻ ഓഫ് കറണ്ട്. ഡയറക്ഷൻ ഓഫ് മാഗ്നറ്റിക് ഫീൽഡ്, ഡയറക്ഷൻ ഓഫ് കറണ്ട്, ഡയറക്ഷൻ ഓഫ് മോഷൻ ഓഫ് കണ്ടക്ടർ. ഇതിനകത്ത് വ്യത്യാസമൊന്നുമില്ലല്ലോ. ഓക്കെ, ഇനി ഫ്ലെമിങ്ങിന്റെ റൈറ്റ് ഹാൻഡ് റൂള് ഇഫ് കഴിഞ്ഞ് ഏതൊക്കെ വിരലുണ്ടെന്ന് നോക്കാം. ഇഫ് കഴിഞ്ഞ് ഏതൊക്കെ വിരലുണ്ടെന്നുള്ളതാണ് നമുക്ക് നോക്കേണ്ടത്. ഇവിടെ നോക്കിയേ, എല്ലാവരും ശ്രദ്ധിച്ചേ. ഇങ്ങോട്ട് ടെക്സ്റ്റ് ഇങ്ങോട്ട് ശ്രദ്ധിച്ചേ. ഇഫ് കഴിഞ്ഞ് 4 ഫിംഗറും തമ്പുമാണ്, ദെൻ കഴിഞ്ഞ് ഇതുണ്ട്.
എന്ന് പറയുമ്പോൾ ആരൊക്കെ ആദ്യം വരുന്നത്? മാഗ്നറ്റിക് ഫീൽഡും മൂവ്മെന്റ് ഓഫ് ദ കണ്ടക്ടറും. ഇങ്ങനെയാണെങ്കിൽ ഏതിങ്ങനെയായിരിക്കും? കറണ്ടിന്റെ ഡയറക്ഷൻ. സോ ഫ്ലെമിങ്ങിന്റെ റൈറ്റ് ഹാൻഡ് റൂൾ എന്തിനു വേണ്ടിയുള്ളതാണ്? എന്താണ് ഫ്ലെമിങ് റൈറ്റ് ഹാൻഡ് റൂളിന്റെ ഉദ്ദേശം? എന്ത് കണ്ടുപിടിക്കാൻ വേണ്ടിയാണ്? കറണ്ടിന്റെ ദിശയെ കണ്ടുപിടിക്കാൻ വേണ്ടിയാണ്. മറക്കല്ല. കാര്യം നമ്മുടെ ഫയൽ എന്ത് കണ്ടുപിടിച്ച് വെച്ചിരിക്കുകയാണ്? കറണ്ട് ഉണ്ടാകുന്ന കണ്ടുപിടിച്ച് വെച്ചിരിക്കുകയാണ്. അപ്പോൾ കറണ്ടിന്റെ ദിശയെ കണ്ടുപിടിക്കാനുള്ള നിയമം ആരും ഉണ്ടെന്നു? ജോൺ ആംബ്രോസ് ഫ്ലെമിങ് ഉണ്ടെന്നു. അപ്പോൾ അതേ കൊണ്ടുള്ള റൈറ്റ് ഹാൻഡ് റൂളിന്റെ ഉദ്ദേശം എന്താണ്? എന്താണ് ഉദ്ദേശം? കറണ്ടിന്റെ ഡയറക്ഷൻ അറിയാൻ വേണ്ടിയാണ്. അപ്പം ഞാൻ ജസ്റ്റ് നിങ്ങളോട് ചോദ്യം, രണ്ടാം പാട്ടിലേക്ക് പോവാം. ഫ്ലെമിങ്ങിന്റെ ലെഫ്റ്റ് ഹാൻഡ് റൂൾ എന്തിനു വേണ്ടിയുള്ളത്? അവിടെ ഇപ്പ് കഴിഞ്ഞ് ഏതൊക്കെയാണ്? അവിടെ ഇപ്പ് കഴിഞ്ഞ് ഫോർ ഫിംഗറും മിഡിൽ ഫിംഗറുമാണ്. ദെൻ തം. അപ്പോൾ എന്ത് കണ്ടുപിടിക്കാനുള്ളതാണ്? കണ്ടക്ടറിന്റെ മൂവ്മെന്റ് കണ്ടുപിടിക്കാനുള്ളതാണ്. ചാലകം എങ്ങോട്ട് ചലിക്കുമെന്ന് കണ്ടുപിടിക്കാനുള്ള റൂളാണ് ഫ്ലെമിങ്ങിന്റെ ലെഫ്റ്റ് ഹാൻഡ് റൂൾ. അപ്പോൾ ഫ്ലെമിങ്ങിന്റെ റൈറ്റ് ഹാൻഡ് റൂൾ എന്തിനു വേണ്ടിയുള്ളതാണ്? കറണ്ടിന്റെ ഡയറക്ഷൻ കണ്ടുപിടിക്കാൻ. ഇത് വ്യക്തമായിട്ട് നിങ്ങളുടെ തലയിൽ രജിസ്റ്റർ ചെയ്യാം. മനസ്സിലായോ? ഇപ്പം ഒന്ന് വ്യക്തമായല്ലേ? വ്യക്തമായോ? ഇപ്പൊ ഫ്ലെമിങ്ങിന്റെ ലെഫ്റ്റ് ഹാൻഡ് റൂൾ എന്തിനു വേണ്ടിയുള്ളതാണ്? ടു നോ ദ ഡയറക്ഷൻ ഓഫ് മോഷൻ ഓഫ് കണ്ടക്ടർ. വാട്ട് ഈസ് ഫ്ലെമിങ്സ് റൈറ്റ് ഹാൻഡ് റൂൾ മെന്റ് ഫോർ? ടു ഡിറ്റർമൈൻ ദ ഡയറക്ഷൻ ഓഫ് ദ ഇൻഡ്യൂസ്ഡ് കറന്റ്. ഇസ് ഇറ്റ് ക്ലിയർ? വ്യക്തമായല്ലോ? ഓക്കെ, ഇത് നിങ്ങളുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടായിരിക്കണം. ഇനി മറ്റൊരു കാര്യം ചോദിക്കാം. പരീക്ഷയ്ക്ക് വരുന്നൊരു ചോദ്യമാണ്. പരീക്ഷയ്ക്ക് വരുന്നൊരു ചോദ്യം എന്ന് പറയുമ്പോൾ ഞാൻ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലുള്ള പേജ് നമ്പർ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലുള്ള പേജ് നമ്പർ 41, പഴയ പാഠം, രണ്ടാമത്തെ പാട്ടിലെ 41ാമത്തെ പേജിലെ ആ ചിത്രം നോക്കി. ഇലക്ട്രിക് മോട്ടറിന്റെ ഒരു ചിത്രം ഉണ്ടല്ലോ അവിടെ ABCD എന്ന് പറയുന്നത് ആർമേച്ചർ കോയിലാണ് അല്ലേ? R1 R2 സ്പ്ലിറ്റ് റിങ്ങുകളാണ്. B1 B2 ബ്രഷാണ്. പിന്നെ 2 സെല്ലും തന്നിട്ടുണ്ട്. നമുക്ക് ഫ്ലെമിങ്ങിന്റെ ലെഫ്റ്റ് ഹാൻഡ് റൂളിലേക്ക് ഒന്ന് പോവാം. ഇങ്ങോട്ട് ശ്രദ്ധിച്ചേ, ചിത്രം മനസ്സിലായല്ലോ? ഫ്ലെമിങ്ങിന്റെ ലെഫ്റ്റ് ഹാൻഡ് റൂളിലേക്ക് ഒന്ന് പോവാം. ഇത് കാന്തിക മണ്ഡലത്തിന്റെ ദിശയെ സൂചിപ്പിക്കുകയാണെങ്കിൽ അത് നമുക്ക് എങ്ങനെ മനസ്സിലാവും? നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഫോർ ഫിംഗർ ഡിനോട്ട്സ് ദ ഡയറക്ഷൻ ഓഫ് ദ മാഗ്നറ്റിക് ഫീൽഡ്. എങ്ങനെ മനസ്സിലാവും? എങ്ങനെ മനസ്സിലാവും? അപ്പോൾ നമ്മൾ എന്ത് അറിഞ്ഞിരിക്കണം? കാന്തിക മണ്ഡലത്തിന്റെ ദിശ എവിടെ നിന്ന് എങ്ങോട്ടാണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിക്കണം. എവിടെ നിന്ന് എങ്ങോട്ടാണ്? നോർത്തിൽ നിന്ന് സൗത്തിലേക്ക്. എപ്പോഴും ഉത്തര ധ്രുവത്തിൽ നിന്ന് ദക്ഷിണ ധ്രുവത്തിലേക്കായിരിക്കും കാന്തിക മണ്ഡലത്തിന്റെ പ്രവാഹം. എപ്പോഴും എവിടുന്ന ഒറിജിൻ ചെയ്യുന്നത്? നോർത്ത് പോൾ. എങ്ങോട്ട് പോകും? സൗത്ത്. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? ഈ ചൂണ്ടുവരൽ എങ്ങനെ വെക്കണം? ചൂണ്ടുവരലിന്റെ ഇവിടെ നോർത്തും വരണം, ഇവിടെ എന്ത് വരണം? സൗത്തും വരണം. അങ്ങനെ പിടിക്കണം. ഓക്കെ. ഈ കറണ്ടിന്റെ ദിശ, കറണ്ടിന്റെ ദിശ എവിടെ നിന്ന് എപ്പോഴും മറക്കല്ലേ? പോസിറ്റീവ് ടു നെഗറ്റീവ്. മറക്കല്ലേ? കറണ്ടിന്റെ ദിശ എവിടെ നിന്നോട്ടാണ്? പോസിറ്റീവ് ടു നെഗറ്റീവ്. ഇത് എന്ത് ചെയ്യണം? നിങ്ങൾ തലക്കേറ്റി നോക്കണം. മറക്കോ? ഇനി മറക്കരുത്. അപ്പോൾ രണ്ടിൻ്റെയും ദിശ മനസ്സിലായില്ലയോ? രണ്ടിൻ്റെയും ദിശ മനസ്സിലായോ? യെസ് ഓർ നോ? യെസ്. അപ്പോൾ ഇതിൻ്റെ രണ്ടിനെയും അഡ്ജസ്റ്റ് ചെയ്ത് നമ്മൾ വിരൽ പിടിക്കുമ്പോൾ നമ്മൾ തമ്പ് എങ്ങോട്ടാണ് നോക്കുന്നത്? ഞാൻ ശ്രദ്ധിക്കുക. അപ്പോൾ ഇത് നമ്മൾ ചിലപ്പോൾ നമുക്ക് വിരൽ ഇങ്ങനെ വെക്കേണ്ടി വരും, ചിലപ്പോൾ ഇങ്ങനെ വെക്കേണ്ടി വരും, ചിത്രം അനുസരിച്ച്. അപ്പോൾ ചിത്രത്തിൻ്റെ നോർത്ത് സൗത്തിനനുസരിച്ച് ഈ വിരൽ അഡ്ജസ്റ്റ് ചെയ്തു, പോസിറ്റീവ് നെഗറ്റീവ് അനുസരിച്ച് ഈ വിരൽ അഡ്ജസ്റ്റ് ചെയ്തു. അപ്പോൾ ഇത് എങ്ങോട്ടാണ് നോക്കുന്നത്? അങ്ങോട്ടായിരിക്കും. ആര് ചലിക്കുന്നത്? കണ്ടക്ടർ ചലിക്കും. വ്യക്തമായോ? ഇതാണ് ലെഫ്റ്റ് ഹാൻഡ്. അപ്പോൾ റൈറ്റ് ഹാൻഡുള്ളോ? ചലനദിശ നമുക്ക് ഓൾറെഡി അറിയാം. എങ്ങോട്ടാണ് ചലിക്കുന്നത് നമുക്കറിയാം. കറണ്ടിൻ്റെ ദിശ അറിയാൻ എന്ത് ചെയ്താൽ മതി? മാഗ്നറ്റിൻ്റെ ദിശ അറിയാൻ എന്ത് ചെയ്താൽ മതി? നോർത്തും സൗത്തും അറിയാം. അപ്പോൾ ഈസിയായിട്ട് നമുക്ക് കറണ്ടിൻ്റെ ദിശ കണ്ടുപിടിച്ച് വരും.
Is it clear? Okay. അപ്പം നമുക്ക് എന്ത് മനസ്സിലായി? ആദ്യം ഇന്നത്തെ ആദ്യത്തെ ക്ലാസ്സിൽ നമ്മൾ എന്ത് മനസ്സിലാക്കി? ജോൺ ആംബ്രോസ് ഫ്ലെമിംഗ് എന്ന് പറയുന്ന മനുഷ്യൻ എന്ത് കണ്ടുപിടിച്ചു? അതേ കണ്ടുപിടിച്ച കാര്യമാണ് ഫ്ലെമിങ്സിന്റെ റൈറ്റ് ഹാൻഡ് റൂൾ. റൈറ്റ് ഹാൻഡ് റൂൾ എന്തിനു വേണ്ടിയുള്ളതാണ്? ടു ഡിറ്റർമൈൻ ദ ഡയറക്ഷൻ ഓഫ് കറന്റ്. ഇനി നമുക്ക് മുന്നോട്ട് പോകാം. അടുത്തതായിട്ട് നമ്മൾ പഠിക്കാനുള്ളത് വൈദ്യുത കറണ്ടിനെ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. There are two types of electric current. There are two types of electric current. They are alternating current, AC, മറ്റേത് ഡയറക്റ്റ് കറന്റ്, DC. ഓൾട്ടർനേറ്റിംഗ് കറന്റ് എന്ന് പറയുന്നത് AC ആണ്, ഡയറക്റ്റ് കറന്റ് എന്ന് പറയുന്നത് DC ആണ്. പ്രത്യാവർത്തിധാരാ വൈദ്യുതി AC. എന്താണ്? പ്രത്യാവർത്തിധാരാ വൈദ്യുതി എന്താണ്? AC ആണ്. നേർധാരാ വൈദ്യുതി എന്ന് പറയുന്നത് എന്താണ്? DC ആണ്. പ്രത്യാവർത്തിധാരാ വൈദ്യുതി AC, നേർധാരാ വൈദ്യുതി എന്ന് പറയുന്നത് DC ആണ്. വ്യക്തമായോ? ഇനി എന്താണ് ഈ സംഭവം നോക്കാം. എന്താണ് പ്രത്യാവർത്തിധാരാ വൈദ്യുതി? എന്താണ് നേർധാരാ വൈദ്യുതി? നമുക്ക് നോക്കാം. AC, ഇനി ഞാൻ AC എന്നും DC എന്നും പറയുന്നത് നിങ്ങളത് ഓർത്തിരിക്കുക. കറണ്ടിന്റെ ഡയറക്ഷൻ ഒരു സെക്കൻഡിൽ അനേക തവണ മാറുകയാണ്. അതിനെ നമ്മൾ AC എന്ന് പറയും. If the direction of the current changes a number of times in 1 second, we can say that it is an alternating current. അപ്പോൾ AC എന്താണ്? കറണ്ടിന്റെ ദിശ ഒരു സെക്കൻഡിൽ അനേക തവണ മാറുകയാണ്. അതിനെ നമ്മൾ എന്ത് പറയും? AC എന്ന് പറയും. ഇപ്പോൾ DC. If the direction of the current does not change, if it is unidirectional, ഒരേ ദിശയിൽ പ്രവഹിക്കുന്ന വൈദ്യുതിയാണെങ്കിൽ നേർധാരാ വൈദ്യുതി അല്ലെങ്കിൽ ഡയറക്റ്റ് കറന്റ് DC എന്ന് പറയും. ഇപ്പൊ നമുക്ക് ഇവിടെ ലഭിക്കുന്ന വൈദ്യുതി നമ്മുടെ വീട്ടിലൊക്കെ ഇലക്ട്രിക് പോസ്റ്റ് വഴി, വയർ വഴി, മീറ്റർ വഴി ലഭിക്കുന്ന വൈദ്യുതി എന്ന് പറയുന്നത് AC ആണ്. ഇപ്പൊ DCയോ? നമ്മുടെ മൊബൈൽ ഫോണിലുള്ള സെൽ DC ആണ്. ടോർച്ചിലുള്ള സെൽ DC ആണ്. റീചാർജബിൾ ആയിരിക്കും, അത് DC ആണ്. എമർജൻസി ലൈറ്റ് DC ആണ്. ഒരു ഐഡിയ കിട്ടിയോ? DCയും ACയും. DC അവിടെ നമുക്കൊന്ന് തൊടാം. AC തൊടാൻ പറ്റുമോ? ഒക്കത്തില്ല. AC നമുക്ക് തൊടാൻ പറ്റില്ല. സോ AC ഈസ് ഡിഫറെന്റ്, DC ഈസ് ഡിഫറെന്റ്. ഓൾട്ടർനേറ്റിംഗ് കറന്റ്, ഡയറക്റ്റ് കറന്റ്. പ്രത്യാവർത്തിധാര വൈദ്യുതി, നേർധാര വൈദ്യുതി. അതിനെപ്പറ്റി വ്യക്തമായോ? എല്ലാവർക്കും മനസ്സിലായ കാര്യങ്ങൾ? ഓക്കെ. അപ്പോൾ പേജ് നമ്പർ 50 അതിൻ്റെ ഡെഫിനിഷൻ ഉണ്ട്. എന്താണ് പേജ് നമ്പർ 50 ഡെഫിനിഷൻ എന്ന് പറയുന്നത്? എ കറന്റ് ദാറ്റ് ഫ്ലോസ് ഓൺലി ഇൻ വൺ ഡയറക്ഷൻ കണ്ടിന്യൂസ്ലി ഈസ് ഡയറക്റ്റ് കറന്റ്. എന്ന് പറഞ്ഞാൽ യൂണി ഡയറക്ഷണൽ, ഒരേ ദിശയിൽ പോകുന്ന വൈദ്യുതിയെ നമ്മൾ എന്ത് പറയും? ഡയറക്റ്റ് കറന്റ് എന്ന് പറയും. പിന്നെ if the current that changes its direction at regular intervals of time, അവിടെ അങ്ങനെ പറഞ്ഞിരിക്കുന്നത് ഒരു റെഗുലർ ഇൻ്റർവൽസ് ഓഫ് ടൈം. ഞാൻ എന്താ പറഞ്ഞത്? ഒരു സെക്കൻഡ് അനേകമാണ്. അത് നമ്മൾ പിന്നീട് നമുക്കത് മനസ്സിലാവും എന്താണ് നമ്മളവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത് എന്നുള്ളത്. അത് നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാവും. അപ്പോൾ AC-യും DC-യും. അപ്പോൾ അങ്ങനെ ആദ്യം പഠിച്ചത് എന്താണ്? ഫ്ലെമിങ്ങിൻ്റെ റൈറ്റ് ഹാൻഡ് റൂൾ. ഫ്ലെമിങ്ങിൻ്റെ റൈറ്റ് ഹാൻഡ് റൂൾ എന്തിനു വേണ്ടിയുള്ളതാണ്? ടു ഫൈൻഡ് ഔട്ട് ദ ഡയറക്ഷൻ ഓഫ് ദ ഇൻഡ്യൂസ്ഡ് കറന്റ്. അത് ഇഫും തന്നെ ഉണ്ട്, കാണാതെ അത് പഠിച്ച് വെക്കണം. ഇൻവേർട്ടഡ് കോമായി പറയുകയാണത് നിങ്ങൾ എന്ത് ചെയ്യണം? കാണാതെ പഠിച്ചു വെക്കണം. രണ്ടാമത് നമ്മൾ പഠിച്ചത് ഇപ്പോൾ ഇതാണ്, വാട്ട് ഈസ് AC ആൻഡ് വാട്ട് ഈസ് DC. ഇനി നമുക്ക് അടുത്ത പോയിന്റിലേക്ക് പോകാം.
നമ്മൾ കണ്ടു കഴിഞ്ഞ പാഠത്തിൽ ഇലക്ട്രിക് മോട്ടോർ പഠിച്ചപ്പോൾ നമ്മൾ കണ്ടു അവിടെ നടക്കുന്ന എനർജി ട്രാൻസ്ഫോർമേഷൻ എന്താണ്? കറണ്ട് ഉണ്ടെങ്കിൽ മോട്ടോർ പ്രവർത്തിക്കും അല്ലേ? അരി പൊടിപ്പിക്കാൻ മില്ലിൽ പോയാൽ കറണ്ട് ഇല്ലെങ്കിൽ നമുക്ക് അരി പൊടിപ്പിക്കാൻ പറ്റുമോ? പറ്റത്തില്ല. എന്ത് മില്ലിലെ ആ വ്യക്തി എന്ന് പറയും, അയ്യോ കറണ്ട് പോയി എന്ന് പറയും. സോ കറണ്ട് ഈസ് വെരി മച്ച് ഇമ്പോർട്ടൻറ്റ് അല്ലേ? വൈദ്യുതി നമുക്ക് അത്യാവശ്യമാണ് അവിടെ. അപ്പോൾ അവിടെ എന്ത് എനർജി ട്രാൻസ്ഫോർമേഷൻ ആണ് നടക്കുന്നത്? ഒരു മോട്ടോർ പ്രവർത്തിക്കുമ്പോൾ എന്ത് എനർജി ട്രാൻസ്ഫോർമേഷൻ ആണ് നടക്കുന്നത്? അവിടെ നടക്കുന്ന എനർജി ട്രാൻസ്ഫോർമേഷൻ എന്ന് പറയുന്നത് electrical energy is converted into mechanical energy. വൈദ്യുത ഊർജം യാന്ത്രിക ഊർജമായി മാറുകയാണ്. ഓക്കെ. എന്നാൽ ഇന്ന് നമ്മൾ പഠിക്കുന്ന മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് തിരിച്ചാണ്. യാന്ത്രിക ഊർജത്തെ വൈദ്യുത ഊർജമാക്കി മാറ്റുന്ന. അപ്പോൾ ആദ്യ പ്രിൻസിപ്പിളാണ് ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ. ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ എന്ന ആ പ്രിൻസിപ്പിൾ ഉപയോഗിച്ച് മെക്കാനിക്കൽ എനർജിയെ ഇലക്ട്രിക്കൽ എനർജിയാക്കി മാറ്റുന്ന ഉപകരണത്തിൻ്റെ പേര് നിങ്ങൾക്കെല്ലാവർക്കും പറയാം. എന്താണ്? ജനറേറ്റർ. എന്താണ്? ജനറേറ്റർ. ജനറേറ്റർ കണ്ടിട്ടില്ലാതെ ആരും ഈ ക്ലാസ്സിലേക്ക് ഉണ്ടോ? ഇല്ല. എല്ലാവരും ജനറേറ്റർ കണ്ടിട്ടുണ്ട്. നമുക്ക് ഉത്സവമൊക്കെ കേൾക്കാനും പോകാനൊക്കെ കൊതിയാണെന്നില്ലയോ? ഉത്സവമൊക്കെ കാണാനും കേൾക്കാനും കൊതിയാണെന്നില്ലേ? ഇപ്പോൾ സ്കൂളിലൊക്കെ എന്താണ് ഈ ആർട്സ് ഫെസ്റ്റിവലൊക്കെ നടക്കേണ്ട സമയമാണ് അല്ലേ? ആർട്സ് ഫെസ്റ്റിവലൊക്കെ നടക്കുന്ന സമയത്ത് വേദി 1, വേദി 2 ഇവിടെയൊക്കെ എന്തുണ്ട്? അപ്പോൾ ഇതിലെ മൊത്തം പ്രോഗ്രാംസും കോർഡിനേറ്റ് ചെയ്യാൻ വേണ്ടി ആര് കാണും? ജനറേറ്റർ കാണും അല്ലേ? ഈ പാഠം തുടങ്ങുമ്പോൾ ആദ്യത്തെ ചിത്രം പേജ് നമ്പർ 45 ചിത്രം എന്താണ്? 45 ചിത്രം? അവിടെ പറയുന്നത് എമ്മിച്ച് പറയുന്നു, ഈ വേദികളിലെല്ലാം സപ്ലൈ ചെയ്യാനുള്ള വൈദ്യുതി ഈ ഉപകരണത്തിനാണ് പോകുന്നത്. എന്താണ് ആ ഉപകരണം? ജനറേറ്ററാണ് അല്ലേ? അപ്പോൾ പയ്യൻ ചോദിക്കുകയാണ്, അതെന്താണ് ഈ ഇലക്ട്രിസിറ്റി ഉണ്ടാക്കുന്നത്? ആണ് പാഠത്തിൻ്റെ ആമുഖം എന്ന് പറയുന്നത്. നമ്മളിപ്പോൾ ആമുഖമൊക്കെ കഴിഞ്ഞ് നമ്മളിങ്ങനെ എത്തി. നമ്മൾ ജനറേറ്റർ എന്ന് പറയുന്ന ആ വസ്തുവിലേക്ക് എത്തി. എന്താണ് അപ്പം ജനറേറ്റർ? ജനറേറ്റർ ഇസ് എ ഡിവൈസ് which is used to convert mechanical energy to electrical energy by using the principle of electromagnetic induction. മലയാളത്തിൽ ഇങ്ങനെ പറയാം, യാന്ത്രികോർജത്തെ വൈദ്യുതോർജമാക്കി മാറ്റാൻ വൈദ്യുതകാന്തിക പ്രേരണ തത്വം ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന ഉപകരണത്തിൻ്റെ പേരാണ് ജനറേറ്റർ. വ്യക്തമായോ? അല്ല ഇങ്ങനെ പറയാം, വൈദ്യുത കാന്തിക പ്രേരണ തത്വത്തിൻ്റെ അടിസ്ഥാനത്തിൽ യാന്ത്രികോർജത്തെ വൈദ്യുത ഊർജമാക്കി മാറ്റുന്ന ഉപകരണത്തിൻ്റെ പേരാണ് ജനറേറ്റർ. ഇൻ ഇംഗ്ലീഷ്, എ ജനറേറ്റർ ഇസ് എ ഡിവൈസ് യൂസ്ഡ് ടു കൺവേർട്ട് മെക്കാനിക്കൽ എനർജി ടു electrical energy by using the principle of electromagnetic induction. Page number 50 താഴെ ജനറേറ്ററിൻ്റെ ഒരു ഉൾവശത്തെ ചിത്രമാണ് ഫിഗർ 3.5a. നമുക്ക് ആ ചിത്രം നോക്കണ്ട, നമുക്ക് ഫിഗർ 3.5b എന്ന് നോക്കാം. നോക്കിക്കേ, ഇതുപോലൊരു ചിത്രം നമ്മൾ കണ്ടതുപോലെ ഒരു ഓർമ്മ ജസ്റ്റ് മുമ്പ് ഇല്ലേ? ലെഫ്റ്റ് ഹാൻഡിലൂടെ ഞാൻ പറഞ്ഞപ്പോൾ കണ്ടായിരുന്നു. മോട്ടറിൻ്റെ ചിത്രമാണ്. എന്താണ് ആ ചിത്രവും ഈ ചിത്രവും തമ്മിലുള്ള വ്യത്യാസം? പെട്ടെന്ന് നമ്മൾ നോക്കി, ആ പേജിലുള്ള മോട്ടറിൻ്റെ ചിത്രവും ഈ ചിത്രവും തമ്മിൽ എന്തെങ്കിലും വ്യത്യാസമുണ്ടോ? ഒരേ ഒരു വ്യത്യാസമുണ്ട്. എന്താണ് വ്യത്യാസം? റിങ്ങുകളിലൊരു വ്യത്യാസമുണ്ട്. ശ്രദ്ധിച്ച് നോക്കി അല്ലേ? ഇവിടെ റിങ് എന്താണ്? സ്ലിപ്പ് റിങ് എന്ന് പറയും. ഈ റിങ്ങിന് എന്ത് പേര് പറയും? സ്ലിപ്പ് റിങ് എന്ന് പറയും. മറ്റേതിനെ പറ്റി നമ്മൾ പഠിച്ചാണ് സ്പ്ലിറ്റ്. അപ്പം ഇവിടെ സ്ലിപ്പ് റിങ്സ് ഉണ്ട്, ബ്രഷുകളുണ്ട്, കാന്തമുണ്ട്, പിന്നെ കോയിലുണ്ട്. ഇനി മുതൽ നമ്മൾ ഈ കോയിലിനും
ഈ കാന്തത്തിനുള്ള പ്രത്യേക പേരുകൾ പറയും. ആ പേരൊന്നും പഠിക്കാം. ഒന്ന് ആർമേച്ചർ കോയിൽ. ആർമേച്ചർ കോയിൽ എന്ന് പറഞ്ഞാൽ ഒരു ഇരുമ്പ് ദണ്ടിൽ കുറച്ച് കോയിൽ ചുറ്റി വെക്കുക. അല്ലെങ്കിൽ ബോർഡ് ശ്രദ്ധിച്ച്, ഇതുപോലെയുള്ള ഒരു ഇരുമ്പ് ദണ്ടിൽ കുറേയേറെ കോയിലുകൾ ചുറ്റി വെക്കുകയാണെങ്കിൽ ഇതിനെ നമുക്ക് ആർമേച്ചർ എന്ന് പറയാം. എന്ത് പറയാം? ആർമേച്ചർ. മനസ്സിലാകുന്നുണ്ടോ? ഓക്കെ. കാന്തത്തിന്, മാഗ്നറ്റിന് നമ്മൾ പറയുന്ന പേര് ഫീൽഡ് മാഗ്നറ്റ് ആയിരിക്കും. എന്ത് പറയും? ഫീൽഡ് മാഗ്നറ്റ്. അപ്പോൾ ഫീൽഡ് മാഗ്നറ്റും ഇതുപോലെ തന്നെ ഒരു ഇരുമ്പ് തണ്ടിൽ കുറച്ച് കോയിൽ ചുറ്റി വെച്ചിരിക്കുന്നതാണ് ഫീൽഡ് മാഗ്നറ്റ്. സംശയമില്ല, രണ്ടും സെയിം അല്ലേ ചോദിക്കും. ഇല്ലേ? ഇതും ഒരു ഇരുമ്പ് തണ്ടിൽ കോയിൽ ചുറ്റി വെച്ചിരിക്കുന്നു, ഇതിലും കുറച്ച് കോയിൽ ചുറ്റി വെച്ചിരിക്കുന്നു. എന്താണ് വ്യത്യാസം? പറയാം. ആരെ നമ്മൾ ആർമേച്ചർ കോയിൽ എന്ന് വിളിക്കും, ആരെ നമ്മൾ ഫീൽഡ് മാഗ്നറ്റ് എന്ന് വിളിക്കും? പറയാം. സിമ്പിളാണ്. 9ാം ക്ലാസ്സിലോട്ട് പോകണം. വൈദ്യുത കാന്തം ഓർമ്മയുണ്ടോ? എന്ത് വൈദ്യുതകാന്തം? വൈദ്യുതി ഉള്ളപ്പോൾ കാന്തമായി മാറുകയും വൈദ്യുതി ഇല്ലാത്തപ്പോൾ കാന്തമല്ലാതായി മാറുകയും ചെയ്യുന്ന കാന്തത്തിന് നമ്മൾ എന്ത് പേര് പറയും? വൈദ്യുത കാന്തം, ഇലക്ട്രോ മാഗ്നറ്റ് എന്ന് പറയും. സ്റ്റഡീഡ് ഇൻ 9th സ്റ്റാൻഡേർഡ്. ലാസ്റ്റ് നമ്മൾ പഠിച്ചതാണ്. ഓർക്കുന്നുണ്ടോ? കൊറോണ ഒക്കെ വരുന്നതിന് മുമ്പ് നമ്മൾ പഠിച്ചതാണ് അല്ലേ? ഇലക്ട്രോ മാഗ്നറ്റ്. അപ്പോൾ ഇവിടെ നമ്മൾ ഇതിൽ ഏതെങ്കിലും ഒരു കോയിലിന് കറണ്ട് സപ്ലൈ ചെയ്യുകയാണെങ്കിൽ അതെന്തായി മാറും? അതൊരു ഫീൽഡ് മാഗ്നറ്റായി മാറും. എന്തായാലും മാറും? ഫീൽഡ് മാഗ്നറ്റ്. മറ്റെന്തായിരിക്കും? കോയിലായിരിക്കും. അപ്പം ജനറേറ്ററിലേക്ക് വരാം. നമുക്ക് ഇവിടെ ഇപ്പം ആ ഒരു നമുക്ക് തലയിലോട്ട് മനസ്സിലാക്കി കയറ്റാൻ വേണ്ടി നോർത്തെന്നും സൗത്തെന്നും 2 ബ്ലോക്ക് കൊടുത്തിരിക്കുകയാണ്. നമ്മൾ എപ്പോഴും ചിന്തിക്കേണ്ടത് അത് ഫീൽഡ് മാഗ്നറ്റ് ആണ്. ഫീൽഡ് മാഗ്നറ്റ് എന്താണെന്നും നിങ്ങൾ മനസ്സിലാക്കി കഴിയും. ഒരു സോളിനോയിഡിൽ വൈദ്യുതി കടത്തിവിടുകയാണെങ്കിൽ അതെന്തായി മാറും? അതൊരു ഫീൽഡ് മാഗ്നറ്റായിട്ട് മാറും എന്നുള്ളത് വ്യക്തമായി. ഇസ് ഇറ്റ് ക്ലിയർ? ഓക്കെ. അപ്പം 2 പാർട്സായി നമ്മൾ പരിചയപ്പെട്ടു. ഒന്നെന്താണ് ആർമേച്ചർ, രണ്ടെന്താണ് ഫീൽഡ് മാഗ്നറ്റ്. മൂന്നാമത്തെ എന്താണ്? ബ്രഷ്. യൂഷ്വലി ഗ്രാഫൈറ്റ് കൊണ്ടുള്ള ബ്രഷുകളാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതാണ് മൂന്നാമത്തെ പാർട്ട്. നാലാമത്തെ പാർട്ട് എന്താണ്? റിംഗ്, സ്ലിപ്പ് റിംഗ്സ്. ഈ 4ന്റെയും നിർവചനങ്ങൾ, ഡെഫിനിഷൻ പേജ് നമ്പർ 51 കൊടുത്തിട്ടുണ്ട്. ശ്രദ്ധിച്ചു നോക്കി. അവിടെ ഉണ്ടോ? പാർട്സ് ഓഫ് AC ജനറേറ്റർ അല്ലേ? ജനറേറ്ററിന്റെ ഭാഗങ്ങൾ. ഇത് 4 നോട്ട്ബുക്കിൽ എഴുതേണ്ടതാണ്. ഇത് 4 നിങ്ങൾ കാണാതെ പഠിക്കുകയും വേണം. So there are 4 parts for a generator. The first one is field magnet. കേട്ടോ? പേര് വന്നാണോ? ഈ നമ്മൾ മാഗ്നറ്റ് എന്നല്ല പറയുന്നത്, നമ്മൾ എന്ത് പറയും? ഫീൽഡ് മാഗ്നറ്റ് എന്ന് പറയും. Verse number 2 armature. And number 3 armature coil എന്ന് പറയുന്നത് armature. Number 3 slip rings. And number 4 brushes. ഇങ്ങനെ 4 കാര്യങ്ങൾ ഇത് കാണാൻ പഠിക്കേണ്ടതാണ്. So these are the main parts of a generator. ഏത് ജനറേറ്ററിൽ പോയാലും ഈ 4 പാർട്സ് ഉണ്ട്. അപ്പോൾ വാട്ട് ഈസ് ജനറേറ്റർ? എ ഡിവൈസ് യൂസ്ഡ് ടു കൺവേർട്ട് മെക്കാനിക്കൽ എനർജി ടു ഇലക്ട്രിക്കൽ എനർജി. കഴിഞ്ഞോ? ബൈ യൂസിങ് ദ പ്രിൻസിപ്പിൾ ഓഫ് ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ. ആൻസർ എഴുതുമ്പോൾ കൃത്യമായിട്ട് എഴുതണം. നമുക്ക് 2 മാർക്കിൻ്റെ ക്വസ്റ്റൻ ആണെങ്കിൽ പകുതിയൊക്കെ മാർക്കിന് പോകും. ഇല്ല, അവരെ കീ പോയിന്റ് നോക്കും. ആ കീ പോയിന്റ് നോക്കിയാണ് അതിന് മാർക്കിങ് ചെയ്യുന്നത്. നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ? ഓക്കെ. അപ്പോൾ ഇന്നെന്തൊക്കെ പഠിച്ചു? ഫ്ലെമിങ്ങിൻ്റെ റൈറ്റ് ഹാൻഡ് റൂൾ പഠിച്ചു. ഓർക്കുന്നുണ്ടല്ലോ? അതിനെല്ലാ ഡീറ്റെയിലും ഞാൻ പറഞ്ഞു തന്നു. ഉദ്ദേശങ്ങളും എല്ലാം പറഞ്ഞു തന്നു. ഓർത്തിരിക്കാനുള്ള മെത്തേഡും പറഞ്ഞു തന്നു. പിന്നെ നമ്മൾ എന്താ പഠിച്ചു? AC എന്താണെന്നും DC എന്താണ്, പ്രത്യാവർത്തിധാര വൈദ്യുതിയും നേർധാര വൈദ്യുതിയും അതിൻ്റെ പ്രത്യേകതകൾ. പിന്നെ നമ്മൾ എന്താ പഠിച്ചു? ജനറേറ്റർ. അപ്പോൾ ഇതിൻ്റെ എല്ലാം നോട്ട്സ് നിങ്ങൾ നന്നായിട്ട് എഴുതണം. കൃത്യമായിട്ടുള്ള നോട്ട്സ് നോട്ട്ബുക്കിൽ കാണണം. ഞാൻ പറഞ്ഞു തന്നല്ലോ, പേജ് നമ്പർ അനുസരിച്ചാണ് ഞാൻ പറഞ്ഞു തന്നത്. അപ്പം നിങ്ങൾക്ക് യാതൊരു ബുദ്ധിമുട്ടുണ്ടാകത്തില്ല. മൊബൈലിൽ കളിയുണ്ടോടെ? മൊബൈലിൽ കളിയൊക്കെ ഉണ്ടോ? ഒരുപാടൊന്നും കളിക്കണ്ട. കാര്യം പരീക്ഷകൾ എന്തായാലും കൃത്യമായിട്ട് കാണും. ഞാൻ പറഞ്ഞല്ലോ, കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞു, നിങ്ങൾ എന്തായാലും ബോർഡ് എക്സാം ഫേസ് ചെയ്ത് പറ്റും. ചിലപ്പോൾ നിങ്ങൾ അനിയന്മാർക്കും പെങ്ങന്മാർക്കും ചിലപ്പം പരീക്ഷ ചിലപ്പോൾ കാണത്തില്ലായിരിക്കും.
പക്ഷെ നിങ്ങൾക്ക് എന്തായാലും ബോർഡ് എക്സാം ഉണ്ട്. അപ്പോൾ അതിനുവേണ്ടി പ്രിപ്പയർ ചെയ്യണം. നന്നായിട്ട് പഠിക്കുക, നല്ല രീതിയിൽ ബിഹേവ് ചെയ്യുക, നല്ല പൗരനായിട്ട് മാറുക. ഞാൻ 9ാം ക്ലാസ്സിൽ പറഞ്ഞു തന്നിട്ടുള്ള പല കാര്യങ്ങളുണ്ട്, അതെല്ലാം ഓർത്തിരിക്കുക. സോ സ്റ്റേ സേഫ്, ബി ഹാപ്പി. നമ്മൾ അടുത്ത ക്ലാസ്സിൽ കാണുന്നവരെ ബൈ.